Hi all, welcome back to NISHANA'S recipe notes. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ അവൽ മിൽക്ക്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റൈസ് ഫ്ലേക്സ്, അത് ഒരു ഫ്രൈഡ് വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഞാലിപ്പൂവൻ പഴം നന്നായി പഴുത്തത്, അതുപോലെ 1/4 കപ്പ് പാല്, തണുത്ത പാലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേറ്റ്സ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 4-5 ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇത് പാം ജാഗ്രിയാണ്. പാം ജാഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പന കൊണ്ടുള്ള ശർക്കര, അതാണ്. അത് നമുക്കിങ്ങനെ മാർക്കറ്റിൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. കരിപ്പെട്ടി ചക്കര എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും പാം ജാഗ്രി. ഇനി കുറച്ച് നട്ട്സ്, അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാഷ്യൂ നട്ട്സ്, പിസ്ത, അതുപോലെ ബദാം. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂണ് കാർഡമം പൗഡർ, അതായത് ഏലക്ക പൊടിച്ചത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഞാലിപ്പൂവൻ പഴം തൊലി കളഞ്ഞിട്ട് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാഷറാണ് യൂസ് ചെയ്യുന്നത്. മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഇതിന് പകരമായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താലും മതി. പക്ഷേ അരച്ചെടുക്കുമ്പം ഒരുപക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ ബനാന നന്നായി ഉടഞ്ഞ് നന്നായിട്ട് മാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ്, അത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാല് ഞാൻ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. ഒരു അരക്കപ്പോളം നമ്മൾ ഒഴിക്കുക. ബാക്കി 1/4 കപ്പ് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇത് ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പാം ജാഗ്രിയാണ്. അത് ഒരു കത്തി വെച്ചിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, കാരണം അത് അത്ര ഹാർഡല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ മധുരത്തിനുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം സ്വീറ്റ്നെസ് വേണം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കൂട്ടിയും കുറച്ചൊക്കെ. ഞാൻ പൊതുവേ മധുരം ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് അത്യാവശ്യം ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ കാർഡമം പൗഡർ, അതായത് ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്യാം. അതിനുശേഷം നട്ട്സ് ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞാനവിടെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാണ്ട്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് നമ്മുടെ റൈസ് ഫ്ലേക്സ് ആണ്. ഇവിടെ ഞാൻ പൊരി അവലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫ്രൈഡ് വേർഷൻ. ഇത് ഇല്ലാത്തവർ സാധാ അവൽ വാങ്ങിച്ചിട്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 1/4 കപ്പ് പാല്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ട് വരുള്ളൂ. ഇനി നന്നായി മിക്സ് ചെയ്യുക.
ഇനി നമ്മുടെ അവൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. അതൊരു സെർവിങ് ബൗളിലേക്ക് അല്ലെങ്കിൽ സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് നമ്മൾ കുറച്ച് നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇതിനെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching this video. If you like this recipe, please give a thumbs up and share it. Also give your suggestions and feedback in the comment box. Those who are new to this channel, please press the subscribe button, and if you are pressing the bell icon too, you will be getting the notifications of all the uploaded videos. Thank you once again, and I'll be back with another recipe.